നമസ്കാരം. ജനുവരി 9 ജനനായകൻ, ജനുവരി 10 പരാശക്തി, ഈ രണ്ട് ചലച്ചിത്രങ്ങൾ പുറത്തു വരുമെന്നുള്ള അറിയിപ്പ് മുൻപേ ഉണ്ടായിരുന്നു. ഈ ജനനായകനും പരാശക്തിയും രണ്ട് ചലച്ചിത്രങ്ങൾ എന്നതിനുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ട ചലച്ചിത്രങ്ങളാണ്. അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും അവയ്ക്ക് പുറത്ത് ഇവർ പരസ്പരം മത്സരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടികളിലാണെങ്കിലും ഓഡിയോ ലോഞ്ചാണെങ്കിലും ഒക്കെ പരസ്പര മത്സരം ഒരു രാഷ്ട്രീയമായ മാനത്തിലേക്ക് നീളുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനം കൈക്കൊണ്ട ഒരു തലത്തിലേക്ക് എത്തുന്ന രണ്ട് ചലച്ചിത്രങ്ങളാണ് ജനനായകനും പരാശക്തിയും. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ചെറുതായൊന്ന് പരാമർശിച്ച് പോകാം. കാരണം ജനനായകനിലെ നായകൻ ഇപ്പോൾ തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിട്ടുള്ള വിജയും, പരാശക്തിയുടെ നിർമ്മാതാക്കൾ തമിഴ്നാടിൻ്റെ ഭരണത്തിലിരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMKയുടെ ആളുകളുമാണ്. ആകാശ് ഭാസ്കർ എന്നുള്ളത് ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ്റെ അടുത്ത സുഹൃത്തും ബിനാമിയാണെന്ന ആരോപണവുമുള്ള ഒരു സാമ്പത്തിക കുറ്റവാളിയാണ്. ഇപ്പോൾ ആള് ED റെയ്ഡിനെയൊക്കെ തുടർന്ന് ഒളിവിലാണ്. ആകാശ് ഭാസ്കർ എന്ന പരാശക്തിയുടെ നിർമ്മാതാവ്, ഡോൺ പിക്ചേഴ്സിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ ഒരു ജനനായകനും പരാശക്തിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു രാഷ്ട്രീയ മാനം കൈവരിക്കുകയും വളരെ തീക്ഷ്ണമായി അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യുകയും ട്രെയിലറുകൾ റിലീസായപ്പോൾ, പുറത്തു വന്നപ്പോൾ പരാശക്തിക്ക് ജനനായകനേക്കാൾ കൂടുതൽ കാഴ്ചക്കാരുണ്ട് എന്ന് പരാശക്തിയുടെ നിർമ്മാതാക്കളും അല്ലെങ്കിൽ പരാശക്തിയുടെ ആരാധകരോ അല്ലെങ്കിൽ ആ ചിത്രത്തെ പിന്തുണയ്ക്കുന്നവരോ പറയുകയും, അല്ല ഇത് ബോട്ടുകൾ വെച്ചാണ് കൃത്രിമമായി വ്യൂസ് വർദ്ധിപ്പിക്കുകയായിരുന്നു എന്ന് ജനനായകൻ്റെ ഫാൻസും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് പരാശക്തിയും ജനനായകനും ഒരുപോലെ സെൻസർ ബോർഡിൻ്റെ കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. പരാശക്തിയുടെ കുടുക്ക് ഏതാണ്ട് അഴിഞ്ഞു എന്നാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന വേളയിൽ അറിയുവാൻ കഴിയുന്നത്. സെൻസർ ബോർഡിൽ 50ഓളം കട്ടുകൾക്ക് ശേഷം പരാശക്തിക്ക് UA സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡ് പറയുകയും പരാശക്തിയുടെ അണിയറ പ്രവർത്തകർ അത് അംഗീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പരാശക്തിക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിനാൽ പരാശക്തി ജനുവരി 10 തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ സംശയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. എന്നാൽ ജനനായകൻ്റെ കാര്യം അങ്ങനല്ല. സെൻസർ ബോർഡ് ആദ്യം ഈ ചലച്ചിത്രം കണ്ടതിന് ശേഷം 64 കട്ടുകളും ഏതാണ്ട് അത്ര തന്നെ 50 മുകളിലോ മ്യൂട്ടുകളും, ഓഡിയോ മ്യൂട്ടുകളും നിർദ്ദേശിക്കുകയും ജനനായകൻ്റെ അണിയറ പ്രവർത്തകർ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വാക്കാൽ ജനനായകന് UA സർട്ടിഫിക്കറ്റ് നൽകാമെന്നുള്ളൊരു ഉറപ്പ് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചു. ആ ഉറപ്പിന് ശേഷം പുറത്തറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ, സെൻസർ ബോർഡിനൊരു പരാതി ലഭിക്കുകയും ഈ ചിത്രത്തിൽ, ജനനായകൻ എന്ന ചിത്രത്തിൽ മതനിന്ദാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മതചിഹ്നങ്ങളെ അപമാനിക്കുന്ന സീനുകളുണ്ട് എന്നുള്ളൊരു പരാതി സെൻസർ ബോർഡിന് ലഭിക്കുകയും ആ പരാതി സെൻസർ ബോർഡ് വീണ്ടും വിശദമായി ചിത്രം കണ്ട് പരിശോധിക്കുകയും റിവ്യൂ കമ്മിറ്റിക്ക് ആ ചിത്രത്തെ അയക്കുകയും ചെയ്തു. അതേ തുടർന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും വാദം കേട്ട കോടതി ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് വാദം തുടരുവാനായി ആ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. അതാണിപ്പോൾ ജനനായകൻ്റെ അവസ്ഥ. അപ്പോൾ സെൻസർ ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു പരാതി രേഖാമൂലം ഒരു കത്ത് വഴിയാണോ ലഭിച്ചിട്ടുള്ളതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടിയേ കൃത്യമായി പുറത്തു വരികയുള്ളൂ. സെൻസർ ബോർഡിൻ്റെ നിയമാവലിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയോ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ളൊരു കത്ത്, രേഖാമൂലമുള്ളൊരു പരാതി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ലഭിച്ചാൽ അവർക്കത് പരിശോധിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ബാധ്യത എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ബാധ്യതയല്ല, അവരുടെ ഒരു നടപ്പ് ശീലം വെച്ച് അവരത് പരിശോധിക്കുക പതിവുണ്ട്. എന്നാൽ രേഖാമൂലമല്ല ഈ പരാതി ലഭിച്ചത്, വെറും വാക്കാൽ ലഭിച്ചൊരു പരാതിയാണ്, ഒരു അനോണിമസ് ഫോൺ കോളോ മറ്റോ ആണ് വന്നതെങ്കിൽ അവർ സാധാരണ അങ്ങനെ ഒരു പരാതി പരിശോധിക്കാറില്ല. പരിശോധിക്കേണ്ടതാണെങ്കിൽ പോലും രേഖാമൂലം വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ നടപ്പ് രീതി അനുസരിച്ച് ആ പരാതി വീണ്ടും വിശദമായി പരിശോധിക്കാറുണ്ട്. ആ ചലച്ചിത്രം ഏത് ചലച്ചിത്രത്തെ സംബന്ധിച്ചാണോ പരാതി ഉയർന്നിരിക്കുന്നത് ആ ചലച്ചിത്രം വീണ്ടും കണ്ട് അത്തരത്തിലുള്ള ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ആ ചലച്ചിത്രത്തിലുണ്ടോ എന്നവർ വീണ്ടും പുനഃപരിശോധിക്കാറുണ്ട്. അപ്പോൾ ആ പുനഃപരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇന്നലെ സെൻസർ ബോർഡ് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനായകനിലെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ വല്ലാത്തൊരു വിഷമഘട്ടത്തിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം
പുറം രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ഈ ചിത്രം ഓൾറെഡി തിയേറ്ററുകൾ ബുക്ക് ചെയ്യുകയും പലയിടത്തും തിയേറ്ററുകൾ വാടകയ്ക്കെടുത്താണ് വിദേശ രാജ്യങ്ങളിൽ ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയും ടിക്കറ്റിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വാൻസ് ബുക്കിംഗ് നടത്തി പ്രേക്ഷകർ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം ഷോ നടന്നിട്ടില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾക്ക് ഉള്ള സാധ്യത അത്തരമൊരു സാഹചര്യം തുറന്നു കൊടുക്കും. അതും വളരെ ചിലപ്പോൾ കനത്ത പിഴ ഒടുക്കേണ്ടി വരുന്ന തരത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന നിയമ നടപടികൾ അതിന് വഴിവെക്കും. അതൊരു പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി, ഈ 9-ാം തീയതി ഈ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കായിക കാരണം ഭാരതത്തിൽ ഈ ചിത്രം റിലീസായില്ലെങ്കിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഈ ചിത്രം പുറത്ത് വന്നില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇത് പുറത്തു വരാതിരിക്കുവാൻ സാധിക്കില്ല, റിലീസ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടും അവിടുത്തെ സെൻസറിങ് ഇപ്പോൾ തന്നെ കഴിഞ്ഞതുകൊണ്ടും. അങ്ങനെ പുറത്തു വന്നാൽ ഈ ചിത്രത്തിൻ്റെ കഥ മുഴുവനായി പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഈ ചിത്രം പുറത്തെത്തുന്നതിന് മുമ്പ് ചിത്രത്തിൻ്റെ കഥ പൂർണ്ണമായും പുറത്താക്കപ്പെടുകയും അതും ചിത്രത്തെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഇനി അടുത്ത പ്രതിസന്ധി, മദ്രാസ് ഹൈക്കോടതി ഇന്നലെ ഉയർത്തിയൊരു ചോദ്യം, 9-ന് തന്നെ എന്തിനാണ് വരുന്നത്, 10-ാം തീയതി വന്നാൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു വിധിയാണ് വരുന്നതെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കുന്നത്. പരാശക്തിയുടെ റിലീസ് കാരണം തിയേറ്ററുകൾ കൃത്യമായി പപ്പാതി വിഭജിക്കപ്പെടുകയും അങ്ങനെ കളക്ഷനിലൊരു ഇടിവുണ്ടാവുകയും ചെയ്യും. കാരണം 1700 ചില്വാനം തിയേറ്ററുകളാണ്, പ്രധാന തിയേറ്ററുകളാണ് തമിഴ്നാട്ടിലുള്ളത്. 1070ഓളം തിയേറ്ററുകളാണ്, പ്രധാന തിയേറ്ററുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അത് പപ്പാതി വിഭജിക്കപ്പെടുകയും ആദ്യത്തെ ദിവസമായിരുന്നെങ്കിൽ 9-ാം തീയതി വന്നിരുന്നെങ്കിൽ ആ ഒരു ദിവസത്തെ 5 ഷോകൾക്കെങ്കിലും ഈ 1070 തിയേറ്ററുകളിൽ 1000 തിയേറ്ററുകളെങ്കിലും ജനനായകന് കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ 10-ാം തീയതിയാണ് വരേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ 10-ാം തീയതി കഴിഞ്ഞാണ് വരേണ്ട ഒരു അവസ്ഥ വരുന്നതെങ്കിൽ 500-600 തിയേറ്ററുകളെ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. അതും കളക്ഷൻ ഒരു ഇടിവുണ്ടാകും. ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായിരിക്കുന്നത് പരാശക്തിക്കൊരു നിയമം, ജനനായകനൊരു നിയമം എന്ന് വിജയുടെ ആരാധകർ ആരോപിക്കുന്നു. ഞങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ല എന്ന് DMK കൈകഴുകുവാൻ ശ്രമിക്കുന്നു. എല്ലാത്തിനും കാരണം BJP ആണ് എന്നുള്ളൊരു ആരോപണം ഉയരുന്നു. സെൻസർ ബോർഡ് BJPയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ജനനായകനുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം ഏതാണ്ട് തീരുമാനിച്ച്, ഈ രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം മനസ്സിലൊരു തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സന്ദേശങ്ങൾ നിറയ്ക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തലൈവ എന്നുള്ള ചലച്ചിത്രത്തിൽ ടൈം ടു ലീഡ് എന്നൊരു ടാഗ് ലൈൻ കൊടുത്തത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജയലളിത അതിനെ രൂക്ഷമായി എതിർക്കുകയും ആ ചിത്രത്തിന് പരമാവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു, ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. അന്നു മുതൽ വിജയുടെ എല്ലാ ചിത്രങ്ങൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. അത് AIADMK ആണെങ്കിലും DMK ആണെങ്കിലും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉയർത്തിയിരുന്നു വിജയുടെ ചിത്രങ്ങൾക്ക് മേൽ. മെർസലിന് ഒരു സൃഷ്ടിക്കപ്പെട്ട പ്രതിസന്ധി ആ പടത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നിർമ്മാതാക്കൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ കഥകളെല്ലാം ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വിജയ് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ഇത് തൻ്റെ അവസാന ചലച്ചിത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ചിത്രത്തിന് പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് വിജയ് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്കാണ്, ആ പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായൊരു ഘട്ടത്തിലൂടെയാണ് ജനനായകൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനുവരി 9-ാം തീയതി ജനനായകൻ തിയേറ്ററുകളിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയാവസ്ഥ നിലനിൽക്കുന്നു. എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. നമസ്കാരം.